ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എസ് എൻ ലൈഫ്. ഫ്രണ്ട്സ്, പത്തിരിക്കുള്ള വെള്ളമാണ് തിളയ്ക്കുന്നത് കേട്ടോ. അതാ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഒന്ന് ചൂട് കുറച്ച് കൊടുക്കാം. എന്നിട്ട് ഓഫാക്കാതെ സിമ്മിലിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. പൂച്ച കാലിന് കടിക്കുകയാണ്. അവരെ ഫുഡ് തീർന്നുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇതാ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തീ ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കും കേട്ടോ. അങ്ങനെ ഇത് നമുക്ക് മാറ്റി കൊടുക്കാം. കറി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം വിട്ട് എന്തൊക്കെ വാങ്ങിയേ സമയത്ത് നമ്മളെ മോന് ക്യാറ്റ് ഫുഡായി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങൽ, ക്യാറ്റിൻ്റെ ഫുഡ്. ഒരു പേക്ക് വാങ്ങുമ്പം 1 ഫ്രീ ആവും ആയിട്ടാണെങ്കിൽ. അപ്പോൾ കണ്ടോ, 180 രൂപ. ഇത് നല്ല ഫുഡാണ് കേട്ടോ. പൂച്ചയ്ക്ക് രോമൊന്നും അങ്ങനെ പോകുന്നില്ല. കണ്ടോ, ആക്റ്റീവ് ഓഷ്യൻ ഫിഷ്. ഇത് നമ്മളെ കോഴിക്കുട്ടിയേക്കുള്ള ഫുഡാണ് കേട്ടോ. ഇതാണ് നമ്മൾ കോഴിക്ക് കൊടുക്കാറ്. മോൻ്റെ കട്ടിൻ്റെ അടിയില്ല. കുറച്ച് സമയം പുറത്തേക്ക് ഇറക്കി പിന്നെ കൂട്ടിലേക്ക് കയറ്റിയിട്ടാ. നാളെ നമ്മളെ കോയിനെ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കും. കാരണം നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ളിൽ കോയിനെ വളർത്തുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇവരിങ്ങനെ കൂട്ടിലിട്ട് വളർത്തുമ്പോൾ പൂച്ചനെ പോലെ അല്ലല്ലോ, അവരൊക്കെ ഒന്ന് മുറ്റത്തൊക്കെ ഇറക്കണ്ടേ. ഇവിടെ ആകുമ്പോൾ പറ്റുന്നില്ല. അവിടെ ഉണ്ട്, അതിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉമ്മച്ചി നോക്കിയാൽ ഇല്ലെങ്കിൽ അടുക്കളയിൽ പോയി നോക്കിയാൽ അങ്ങനെ. അപ്പോൾ ഉമ്മക്ക് കൊടുത്താൽ അവിടെ വളർന്നോളും. പിന്നെ ചെറിയ കോയിനെ വാങ്ങിയിട്ട് വളർത്തണം എന്ന് ആഗ്രഹമുണ്ട്. അവർ പിന്നെ വിടേണ്ട ആവശ്യമില്ലല്ലോ, തീറ്റ എടുത്താൽ പോരെ അങ്ങനെ. നോമ്പായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന പാവട്ടിയാണ് കേട്ടോ. പാവമാണ്, ഭക്ഷണം വേഗം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇതിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മോളൂസ്. ചെക്കന് ഇതൊക്കെ പാത്രത്തിലേക്ക് ആക്കാനുള്ള തിരക്കാന്ന് തോന്നുന്നുണ്ട്. ഫുള്ളതിലാവോ? കുറച്ച് ആ പാത്രത്തിലിട്ട് കൊടുത്താളെ. പാന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തു. എണ്ണയിലേക്ക് സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. മിക്സ് ചെയ്യാം. മൂടി വെക്കാം. മൂടി വെച്ചു. മൂടി തുറക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മൂടി വെക്കാം. പച്ചമുളക്, കറിവേപ്പില, അത് കുറച്ച് വാടിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിവേപ്പില കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതാണ്, കേട് വന്നതല്ല, ഒന്ന് വാടിപ്പോയതാണ്, കുഴപ്പമില്ല. മിക്സ് ചെയ്യുന്നുണ്ട്. ഈ ഉള്ളി നന്നായിട്ട് വാടി അതിലെ മധുരം ഇറങ്ങണം കേട്ടോ. അതാണ് ഈ കറിയുടെ പ്രത്യേകത. അപ്പോൾ ഒന്നും കൂടെ മൂടി വെക്കാം. ഈ സമയത്ത് ഇതിൽ തക്കാളി ഇട്ട് കൊടുക്കണം കേട്ടോ. ഒന്ന് വഴറ്റി കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. ഇനി ഇതിലേക്ക് കോളിഫ്ലവർ, ബീൻസ്, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ടത് കാണിക്കാൻ പറ്റിയിട്ടില്ല. ചിക്കൻ ഇട്ട് വഴറ്റി അതിൽ നമ്മുടെ ഉള്ളി മസാല ടേസ്റ്റ് പിടിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വെജ് ഇട്ട് കൊടുത്തത് കേട്ടോ. ചിക്കനൊന്ന് ഏകദേശം വന്നതിന് ശേഷമാണ് ഞാൻ ഈ വെജിറ്റബിൾസ് ഇട്ട് കൊടുത്തത്.
ഉരുളക്കിഴങ്ങുണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പിട്ടെടുത്തു. ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാണ്. ഗരം മസാലയാണ് ഇപ്പോൾ ഇട്ട് എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, തേങ്ങാപ്പാലിൻ്റെ 3-ാം പാലാണ് കേട്ടോ ഒഴിച്ചെടുത്തത്. ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ടാം പാലും കൂടെ ഒഴിച്ചെടുത്തു. ഉപ്പ് കുറവായിരുന്നു, കുറച്ചും കൂടെ ഉപ്പ് ഇട്ടെടുത്തു. മിക്സ് ചെയ്തു. മൂടി വെച്ചിട്ടോ. സമയത്ത് ഞാനിതാ പത്തിരി ഒക്കെ പരത്തിയെടുത്ത് ചുട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഒരുമിച്ച് ചെയ്യാണ്. നോമ്പ് തുറക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് കറി ഒന്ന് കാണിച്ചു തരാം. നല്ല പത്തിരിക്ക് പറ്റിയ ഒരു കോമ്പിനേഷൻ കറിയാണ് കേട്ടോ. വെജിറ്റബിൾസും അകത്താകും, ചിക്കനും ഉണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷം ഞാനിത് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴികളിൽ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി നമ്മുടെ മോനൂസ് വീഡിയോ എടുത്തതാണ് കേട്ടോ.
അനിത് ഏകദേശം നമ്മുടെ വീടിനോട് അടുത്ത് എത്താനായ സമയത്ത് മക്കൾക്ക് നല്ല ദാഹം ഉണ്ടെന്ന് പറഞ്ഞു. നല്ല ചൂടുമാണ്, ബൈക്കുമലും ആണല്ലോ വരുന്നത്. എന്തായാലും മക്കൾക്ക് ഭയങ്കര ദാഹം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കരിമ്പ് ജ്യൂസ് വാങ്ങിക്കൊടുത്തു കേട്ടോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കരിമ്പ് ജ്യൂസ് വാങ്ങിക്കൊടുക്കുന്നത്. ഇത് ഒരു പ്രാവശ്യം കൊടുത്തപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ തിരിച്ചു പോരുമ്പോഴും ഇത് വേണമെന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ സത്യത്തിൽ ഈ കരിമ്പ് ജ്യൂസ് പുറത്തുനിന്ന് വാങ്ങി കുടിച്ചിട്ടില്ല. ഈ കോഴി കണ്ട് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് കേട്ടോ. നമ്മൾ കോഴികളെ നമ്മൾ വീട്ടിലെത്തി ഉമ്മച്ച് കുറച്ച് വർക്കൊക്കെ ഉമ്മ ചെയ്ത് തീർത്തിരുന്നു. ഇതൊക്കെ എനിക്കുമായി മാറ്റി വെച്ച വർക്ക് ചെയ്യുന്നത്. സമൂസ ഞാൻ ഉണ്ടാക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചതായിരുന്നു. ഞാൻ വന്നിട്ടാണ് ഇപ്പോൾ ഇത് റോളാക്കുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ റോളാക്കുക. അതൊന്ന് കണ്ടു നോക്കി. സമൂസ ആണോ അതേ വേറെ ഇറച്ചി പള്ളിക്കൊന്ന് ഇറച്ചി നല്ലോണം കിട്ടും. വേറെ രസമല്ലേ ഇതാക്കണ്ടേ? ഏത് ഒരിച്ചല്ലേ? ആ കുഞ്ഞു കുഞ്ഞു ബോളാക്കി വെച്ചോളി ഒരേ പാകത്തിന്. ഒന്ന് ഫോണ് വാങ്ങിയ മോളെ കയ്യിൽ നിന്ന് ഇപ്പൊ വൃത്തിക്ക് ഒരു ഷോർട്സ് എടുക്കാൻ കട്ടാക്കിയിട്ട് വരട്ടെ. മറ്റേ ഇതിൽ വീഡിയോയിൽ ശ്രദ്ധിക്കും പൊന്നെ. ഓക്കെ കട്ടൊക്കെ മാഷാല്ല കോഴി പൊരിച്ചാണ്ട് മാഷാല്ല. അമ്മയുടെ കോഴി പൊരി അമ്മാണ്ടി തന്നെ. അത് ചായ മതി എനിക്ക് നോമ്പറക്കാൻ. ഇറങ്ങാനാ പാട ഇറങ്ങി കിട്ടിയാ പിന്നോട്ട് എത്തും. എൻ്റെ കുട്ടിക്ക് നല്ല വീഡിയോ എടുക്കാനറിയാം. കാര്യങ്ങൾക്ക് മനസ്സിലായണമെങ്കിൽ മനസ്സിലാവും. നമ്മളിവിടെ സമൂസ റോളാക്കി കൊണ്ടിരിക്കണ്. പലരും പലതരത്തിലാണ് സമൂസ റോളാക്കുക. ഞാൻ ഈ തരത്തിലാണ് കേട്ടോ. അപ്പോൾ തുമ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടും. തുമ്പ് എക്സ്ട്രാ ആയിട്ട് കിടക്കില്ല. അതാണ് ഇങ്ങനെ റോൾ ചെയ്യുമ്പോൾ ഉള്ള മാറ്റം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ റോളാക്കി കൊണ്ടിരിക്കുന്നു. ഉമ്മച്ചി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കട്ലറ്റിന് വേണ്ടിയിട്ട് ഓരോ ഉണ്ടാക്കിയിട്ട് ഭാഗം തിരിച്ച് വെച്ചിട്ടാണ്. ഇത് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റാണ് കേട്ടോ. അത് നമ്മൾ ആടുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഡിഷിലാക്കി തരുന്നുണ്ട്. ഞാനിത് ആടിൻ്റെ കൊട്ടയിൽ 2 കൊട്ട വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിലിട്ട് കൊടുത്തിട്ടോ. നോമ്പ് തുറ സമയമായി. നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് പപ്പടുണ്ട്, പിന്നെ ചിക്കൻ കറി കേട്ടോ, പിന്നെ കട്ലറ്റ്, സമൂസ, പിന്നെ വാനില പുഡിങ് ഉണ്ടാക്കി. പിസ്ത പുഡിങ്. ഇത് ചായ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് തുറ വിഭവങ്ങൾ. അപ്പോൾ ചെറിയ അനിയത്തിയും അവളെ ഹസ്ബൻഡും നമ്മളുമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് നോക്കിയിട്ട് 2 അനിയത്തിമാർക്ക് പിന്നെ എല്ലാവർക്കും കൂടെ മാക്സി വാങ്ങിയിരുന്നു. അത് ഞാൻ ഇവർക്ക് കൊടുത്ത്. അപ്പം അനിയത്തിക്ക് വേണ്ടിയത് എടുത്തു. അങ്ങനെ അവളത് നിലത്ത് നോമ്പ് തുറന്ന പാടനെ പോയത്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. മൾബറി മരത്തിൽ പോയി നോക്കുമ്പോൾ ചെറിയൊരു മൾബറി കണ്ടു. അത് കൊടുത്തു. ഇതാർക്കാ വേണ്ടി അനിയത്തിക്ക് നോമ്പാണ്. ആ കുട്ടിക്ക് ചെറുതാ പുഴുണ്ട നോക്കിട്ടോ.
സൈഡിൽ കാണുന്നത് മുഴുവൻ പാടാണ്. ഇപ്പം വെയിൽ ആയതുകൊണ്ടാണ് ഒക്കെ ഉണങ്ങിക്കിടക്കുന്നത്. ഇത് കണ്ടോ, നമ്മൾ എപ്പോഴും പരസ്യത്തിൽ കാണുന്ന ഇൻ്റർവെല്ലിൻ്റെ ബിൽഡിംഗ് ആണ് കണ്ടോ. അപ്പോൾ ഇത് കരട്ടമ്മലാണ്, പത്തനാപുരത്താണ് അരീക്കോട് ഈ ബിൽഡിംഗ് ഉള്ളത്. വെയിലായതുകൊണ്ടുള്ളതാണ്. എന്തായാലും നോമ്പുകാലം ഞാൻ ടെൻഷന് പിടിച്ചേക്കണം. ഞാനെപ്പോഴും എനിക്കെന്താ ഇഷ്ടക്കേടാണ് കരിഞ്ചൂസ് കൊണ്ടുപിടിക്കാൻ. ഇനി നോക്കണം. ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ പോയ സമയത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ചിരുമ്പിപ്പുളി എന്നാണ് നമ്മൾ പറയുക. നിങ്ങൾ എന്താ ഇതിൻ്റെ പേര് പറയാന്നുള്ളതൊന്ന് കമൻറ്റിലൂടെ പറയാം കേട്ടോ. ഇത് ഞാൻ പുളിഞ്ചി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിയിട്ടുള്ള ചെറിയ ക്ലിപ്പുകളാണ് കേട്ടോ. അത് റെഡി മാർക്കറ്റിൽ കണ്ടിട്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്ന് കുത്തുന്നതിന് പകരം ഡ്രസ്സ് തയ്ക്കുമ്പോൾ വെട്ടി കഴിഞ്ഞിട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി. ജോലി വെക്കുക. നമ്മൾ പിന്ന് കുത്തുമ്പോൾ എപ്പോഴും നമ്മൾ കയ്യിന് തട്ടിയിട്ട് എപ്പോഴും പിന്ന് കുത്താൻ ചാൻസ് ഉണ്ട്. ഇപ്പം ക്ലിപ്പാണെങ്കിൽ അതുണ്ടാവില്ല. ഞാനൊരു കുർത്തൻ്റെ കൈ ഡിസൈൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഇതിലിട്ടുന്നേ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ തമ്പുരാന്, മറന്നുമല്ലോ. അതായത് സോൾഡറിങ് അയൺ അതാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞാനിത് വാങ്ങി വെച്ചിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മളിതായി കൈ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു സ്കാലപ്പ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ആവശ്യമായി വന്നു.
ഫ്രണ്ട്സ്, ഉന്നക്കായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റീമറിൽ വെള്ളം വെച്ചെടുത്തു. ഇനി ഇതൊന്ന് ഗ്യാസ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതാ പഴം അധികം പഴുക്കാത്ത പഴമാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവിയിലൊന്ന് പുഴുങ്ങി വരട്ടെ. ഈ സമയത്ത് ഞാനിതാ ഒരു ചിയാ സീഡ് എടുത്തിട്ട് ഇതാ വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇത് ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കൊരു കഷ്ണം വയറായി ചെയ്ത അങ്ങനെ നമ്മൾ കട്ട് ഫ്രൂട്ട്സിന് വേണ്ടിയിട്ടുള്ള ഓരോ ഫ്രൂട്ട്സും ഓരോന്നെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യാൻ കേട്ടോ. ഇത് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വത്തക്കയാണ്. മോതിരമുണ്ട്. ഇവിടുത്തെ ചീരപ്പൊന്ന് നോക്കിയ ഇവിടുത്തെ ചീരപ്പൊന്ന് നോക്കിയ കുറച്ച് എന്തുണ്ടാക്കണോ പഞ്ചസാര ഉണ്ടായിട്ടെന്താ ഇടാത്ത ചായക്ക് മറ്റെന്ത് വയ്ക്കാൻ പോലെ ഓളായി കിട്ടിയില്ലെങ്കിൽ വാങ്ങണ്ടല്ലോ.
ഉണക്കിന് ആ വത്ത നേരത്തെ ഓഫ് എന്നായ ഓഫൊക്കെ കൈ വാർക്കണ് ഓഫാക്ക് പറയണ പോകുമ്പോ അത് കാണുന്നുണ്ട് മറ്റേ എന്റെ കൈ കണ്ടിട്ടേ ഇറ്റാവണ പോലെ വെക്കുന്നുണ്ട് തൊലുണ്ടോ ഒഴിവാക്കോ നോമ്പുള്ള സാധനങ്ങളാട്ടോ റെഡിയാക്കുന്ന മോക്ക് നോമ്പുണ്ടോ? ഇല്ല ഉമ്മച്ചില്ല നോമ്പ് എല്ലാവരോടും പറയും മോക്ക് നോമ്പ് ഉണ്ടാവില്ല പറ്റിച്ചേക്ക് നോമ്പുണ്ട് ഞാൻ ഓറഞ്ച് നോമ്പിലുള്ള ഓറഞ്ച് ആട്ടോ ഈ ഓറഞ്ച് നല്ലൊരു ടേസ്റ്റാ ഓ പറയണം മോനെ നല്ല ടേസ്റ്റാ വത്തൊക്കെ നിർത്താ കൂട്ടാന് അപ്പൊ നമ്മുടെ ഫ്രൂട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കട്ട് ഫ്രൂട്ട്സ് കേട്ടോ. നാരങ്ങ വെള്ളം നമ്മുടെ പഴം ഇവിടെ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ചൂടറിയിട്ട് വേണം ഉടച്ചെടുക്കാൻ. ഇതിൻ്റെ ഒച്ച കേട്ടാൽ അപ്പം വരും കേട്ടോ. മറ്റാളവിടെ പോയി ആവും കാണില്ല. ഇവര് കഴുത്തില് ആ മണി ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട്. രണ്ടാളതും ചെള്ളു മരുന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് പെടലിയിലാണ് ഊറ്റിച്ചത്. അപ്പം എന്ത് ചെയ്യുക, അത് ബെൽറ്റ് കെട്ടി കൊടുത്താൽ അവരതിങ്ങനെ തിരിച്ച് വെച്ച് വായിലാക്കും എന്നുള്ള പേടിയുണ്ട്. ഞാൻ രണ്ടാളത് ഊരി വെച്ചു. പേര് നെഞ്ഞോ പിന്നെ പേര് നെഞ്ഞോ. നമ്മുടെ പഴം
ചൂടും കിട്ടും. നമ്മളത് മന്ദം കോലെടുത്തിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ അതാ നമ്മളെ പഴം റെഡി. ചൂടാണ് കേട്ടോ. പാന് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ കുറച്ച് അണ്ടി പരിപ്പ് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടെടുത്തു. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മാറിക്ക. ഇതിലേക്ക് കുറച്ച് മുന്തിരി കൊടുക്കുന്നു കേട്ടോ. ഇതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്കൊരു പഞ്ചസാര 2 ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ കേട്ടോ. പഞ്ചസാര ഏറുണ്ടാന്ന് വെച്ചിട്ടാണ്. 2 ടീസ്പൂണ് ഫുള്ളില്ല കേട്ടോ. ഏലക്കായാണ്. ഏലക്കായ കൂടി ഇട്ടപ്പോഴാണ് ആ ഉന്നക്കായിൻ്റെ ഉള്ളിൽ വെക്കുന്ന പണ്ടത്തിൻ്റെ കറക്റ്റ് സ്മെല്ല് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇത് മതി.
നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു പാൻറ്റിൻ്റെ കാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് പ്ലെയിൻ ആയിട്ടല്ലേ ഉള്ളത്, അപ്പോൾ ഒരു വ്യത്യസ്തതയും കാണുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് മോഡലാക്കി എടുക്കാമെന്ന്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇത് കണ്ടു, പാൻറ്റിൻ്റെ ചീത്ത വശത്തിൽ 2.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ള ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണാം. ഇതേപോലത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
മറിച്ചടിക്കുന്നുണ്ട്. കട്ട് ചെയ്ത് കൊടുക്കാണ്. ഇത് വേണ്ട കേട്ടോ. ശേഷം ഇതാ പാൻറ്റിൻ്റെ ഭാഗത്തുള്ള നമ്മളിതാ നമ്മളെ പ്ലെയിൻ ആയി കിടക്കുന്ന പാൻറ്റിന്റെ ലെഗ് ഇതാ ഇതേപോലെ ആക്കിയിട്ടുണ്ട്. നല്ല ഭംഗിയില്ല കാണാൻ വേണ്ടിയിട്ട്, ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. അപ്പോ ഇതൊക്കെയുള്ളൂ. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു. സബ്സ്ക്രൈബ്